വീട്ടിലേക്കുള്ളൊരു മടക്കയാത്രയിലാണ്. അപ്പോൾ ഓൺ ദ വേ വിശന്നപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ ചമ്രവട്ടത്തെത്തിയപ്പോൾ വിശന്നിട്ട് ഒരു രക്ഷയില്ല. സാധാരണ എന്തെങ്കിലുമൊക്കെ നമ്മൾ കയ്യിൽ വെക്കലുള്ളതാണ്. അപ്പോൾ ഇത്തവണ ഒന്നും അധികം വെക്കാൻ പറ്റാത്തത് കൊണ്ടും ഇടയ്ക്ക് കഴിക്കാൻ പറ്റാത്തത് കൊണ്ടും നമ്മളാകെ സ്വീപ്പായി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ അവിടെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൻ്റെ ഉള്ളിൽ ക്രിസ്മസ് അപ്പൂപ്പൻ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പൻ ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ആ ചേട്ടന്മാരിൽ ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചോട്ടാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആയിട്ട് പറയുന്നതെന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം ലാസ്റ്റ് ആ കുട്ടികൾ അവിടെ വന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ലൈമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാ നാട്ടിലും തണുപ്പ് തന്നെയാണ് തോന്നുന്നു അല്ലേ. ഞാൻ വിചാരിച്ചു അവിടെ മാത്രം അങ്ങനത്തെ ക്ലൈമറ്റ് ആയതുകൊണ്ട് തണുപ്പാന്ന്. പക്ഷേ ഇവിടെയും തണുപ്പ് തന്നെയാണ്. എനിക്കത് കുടിച്ചിട്ട് ഇങ്ങനെ ആവിയും പൊക്കെയൊക്കെ വായൻ്റെ ഉള്ളിൽ നിന്ന് വരിക. കുറേ നേരം കട്ടയായ അവസ്ഥയായിരുന്നു വായ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പൈസയൊക്കെ കൊടുത്ത് ഇനി നേരെ വീട്ടിലേക്കാണ്. വീട്ടിൽ വന്നപ്പോഴേക്കും അമ്മ ഓഫ് കോഴ്സ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കക്കയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കക്ക വറുത്തത്. ഇവിടെയൊക്കെ ഇതിങ്ങനത്തെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കക്ക വറുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കറുമുറേന്നും പറഞ്ഞ് അങ്ങോട്ട് തിന്നു. കുറേ തിന്നിട്ടാ ഏകദേശം ആ പാത്രത്തിൽ ഒരു സ്പൂൺ ബാക്കിയാവുന്ന രീതിയിൽ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചോറ്, പിന്നെ മുരിങ്ങേൻ്റെ ഇലേൻ്റെ ഉപ്പേരി, പിന്നെ ചിക്കൻ്റെ കറി. അപ്പോൾ ഏട്ടൻ അവിടെ നിന്ന് അത്യാവശ്യം കഴിച്ചുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എനിക്ക് എന്തായാലും വീട്ടിൽ വന്ന് കഴിക്കണം. ഒരു പിടി ചോറ് അമ്മരത് തിന്നല്ലാണ്ടൊരു സമാധാനം കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറേ കക്ക കൂട്ടിയിട്ട് ഞാൻ ചോറുന്നു. ഏട്ടൻ ആ മുരിങ്ങേൻ്റെ ഇല മുഴുവൻ തിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. എനിക്ക് അപ്പോഴേക്കും തണുത്തിട്ട് വയ്യ. അല്ലെങ്കിൽ എനിക്ക് തണുപ്പാണ്. ഞാനൊരു പുതപ്പൊക്കെ ഇട്ടിട്ട് അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങളിവിടെ വന്നാൽ അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ താഴെ തണ്ടിട്ട് കിടക്കുക. അപ്പോൾ പിന്നെ പിള്ളേർ താഴെ വീഴുമെന്നുള്ള ടെൻഷൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അമ്മ താഴത്തപ്പോഴേക്കും വിരിച്ചെന്ന് ഞങ്ങളെല്ലാവരും കിടന്ന് അമ്മ കുതിരി എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടാറ്റാ.